മീൻ നന്നായിട്ട് തിളക്കി കുറച്ച് കേട്ടോ ഗൈസ്, നല്ലതായിട്ട് തിളച്ച്. ഹലോ ഗായ്സ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ നാടൻ വിഭവം ട്രൈ ചെയ്യാൻ പോകുന്നു ഗൈസ്. അപ്പം വേറെ ഒന്നുമല്ല, നമ്മളിന്ന് ഫിഷ് കറി ഉണ്ടാക്കാൻ പോവാണ്. ഫിഷ് കറി ഞാൻ മാത്രമല്ല, ഞാനും അമ്മയും കൂടി ചേർന്ന് ഇന്നൊരു ഫിഷ് കറി ഉണ്ടാക്കാൻ പോവാണ്. അത് ഇതുവരെ ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ലാത്ത, ഇതുവരെ ഞങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലാത്ത പുതിയൊരു വിഭവമല്ല, ഒരു ഫിഷ്. അപ്പം നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു ഫിഷ് ട്രൈ ചെയ്യുന്നത്. സ്രാവ്, അതാണ് നമ്മുടെ ഫിഷിൻ്റെ പേര്. അപ്പം ഈ ഫിഷ് കറി നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ, നമ്മുടെ സ്രാവ് മീൻ എടുത്തു വച്ചിട്ടുണ്ട്. എല്ലാമാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണ്ട, ചതച്ചത് മതി. പിന്നെ കറിവേപ്പില, പിന്നെ ചുവന്നുള്ളി. ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് പുളിയാണ് ഗൈസ്, പുളി. ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ഇടുക, കുറച്ച് കടുകിടാം. ഇട്. പറഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ഉലുവയിടാം. കുറച്ച് കറിവേപ്പില ഇടാം. ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. കുറച്ച് നേരത്തേക്ക് നമുക്കിനി വഴറ്റി കൊടുക്കാം. ഇതൊക്കെയാണ് നമ്മുടെ മസാലകൾ: മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഉള്ളി വഴന്ന് വന്നിട്ടുണ്ട്. അപ്പം നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിടാം. ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നവരേക്ക് നമുക്ക് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് തക്കാളി ഇടാം. ഇത് നല്ലോണം ഇളക്കി കൊടുക്കാം. നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് മുളക് പൊടി, ഇനി കുറച്ച് മല്ലിപ്പൊടി. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പച്ചമണം പോകുന്ന വരയ്ക്ക് നമുക്ക് ഇളക്കി കൊടുക്കാം. ഉപ്പും പുളിയും ഇട്ട് വെച്ചിരിക്കുന്ന വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്കിത് മീനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിനി നന്നായിട്ട് തിളച്ച് വരുന്നിടം വരയ്ക്കും നമുക്കിത് മൂടി വെക്കാം. മൂടിക്കോ. മീൻ നന്നായിട്ട് തിളക്കി കുറച്ച് കേട്ടോ ഗൈസ്, നല്ലതായിട്ട് തിളച്ച്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലിടാം. നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഉപ്പും പുളിയൊക്കെ കൊണ്ടുവന്ന് നോക്കാം ഗൈസ്. എനിക്കിതാ ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് സെറ്റ് ചെയ്ത് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. എൻ്റെ ഗായ്സ്, അടിപൊളി മീൻ കറിയായിരുന്നു ഗൈസ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. സക്സസ് ഗൈസ്, അടിപൊളിയായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്യും. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.